നമസ്കാരം. ഫണ്ടഡ് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ 50 സ്റ്റോക്ക് പിക്സ് ആണ്, അതായത് ദിവാലി സ്റ്റോക്ക് പിക്സ്. നമുക്കറിയുന്ന പോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രോക്കേഴ്സും ഒരു ദിവാലി സ്റ്റോക്ക് പിക്സ് ആയിട്ട് ഒരു 3 മുതൽ 10 വരെയുള്ള സ്റ്റോക്കുകളുടെ എണ്ണം കൊടുക്കാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു വർഷത്തേക്ക് ഈ ഒരു സ്റ്റോക്കുകളൊക്കെ വാങ്ങിച്ചാൽ വളരെ നല്ല ഗുണം കിട്ടുമെന്നും പ്രോസ്പെക്റ്റീവ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇത് കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ സാധാരണ രീതിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് അനലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ മിക്ക ബ്രോക്കേഴ്സിൻ്റെയും ഒക്കെ ഒന്നിച്ച് കൊലാക്ട് ചെയ്തിട്ട് നമ്മളത് അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ ഏതാണെന്നുള്ളതോ അല്ലെങ്കിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഉള്ളതല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഒരു സ്റ്റോക്കുകൾ, കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രോക്കറേജ് ഹൗസിലോ അല്ലെങ്കിൽ റിസർച്ച് ഹൗസിലോ ഉള്ള ബ്രോക്കേഴ്സ് അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസർച്ച് അനലിസ്റ്റുകളാണ് ഇത് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂടി കൊലാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും അടുത്ത ഒരു വർഷത്തേക്കുള്ള മാർക്കറ്റ് വ്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കാം അടുത്ത ഒരു വർഷത്തേക്ക് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനത്തെ ഒരു സംവാദ സ്പെഷ്യലായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രോക്കേഴ്സിനും പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സിനും റിസർച്ച് ഹൗസിൻ്റെയും ഒക്കെ ഈ ഒരു സ്റ്റോക്ക് പിക്സ് നമ്മൾ കൊലാക്ട് ചെയ്തിട്ട് ഒന്നിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നുമല്ല. കാരണം റെക്കമെൻഡേഷൻസ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇൻഡെപ്ത് റിസർച്ച് അനാലിസിസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതാത് സ്റ്റോക്ക് ബ്രോക്കറുടെ തന്നെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവ ലഭ്യമാണ്. അത് നോക്കിയിട്ട് അവരുടെ ഒരു റിസർച്ച് റിപ്പോർട്ടും കൂടി നോക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു ബൈ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യമായിട്ട് നമുക്ക് മോത്തിലാൽ ഓസ്വാളിൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നോക്കാം. അപ്പോൾ മോത്തിലാൽ ഓസ്വാളിൻ്റെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് ഒന്ന് മഹാനഗർ ഗ്യാസ് ആണ്, മറ്റൊന്നുള്ളത് ACME സോളാറാണ്, മറ്റൊന്നുള്ളത് ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സാണ്. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റിലും, ACME സോളാർ ആണെങ്കിൽ റിന്യൂവബിൾ എനർജി, മഹാനഗർ ആണെങ്കിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിലുമാണ് നിലനിൽക്കുന്നത്. മറ്റൊന്നുള്ളത് നമ്മുടെ ജിയോജിത്താണ്. ഇപ്പോൾ ജിയോജിത്തിൻ്റെത് ഇൻഫോസിസും SBIയും സെസ്ലോണുമാണ്. അപ്പോൾ അതിനകത്ത് ജിയോജിത്ത് SBIയും ഇൻഫോസിസും റെക്കമെൻഡ് ചെയ്തതിലൂടെ ഒരുമാതിരി സേഫ് ആയിട്ടുള്ളൊരു പ്ലേ ആണ്. സെസ്ലോൺ മാത്രമേ അതിനകത്ത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഒരു റിസ്ക് ഫാക്ടറായിട്ട് ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുള്ളൂ. അടുത്തായിട്ട് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വൺ റെക്കമെൻഡ് ചെയ്തതിൻ്റെ അകത്ത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും എല്ലാം ഉണ്ട്. HDFC ലൈഫ് ഉണ്ട്, ക്യാംസ് ഉണ്ട്, BEL ഉണ്ട്, ABB ഉണ്ട്, ഹെമിസ്ഫിയർ പ്രോപ്പർട്ടീസും ഉണ്ട്. പ്രധാനമായിട്ടും ഒരു അസറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സുകളൊന്നും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഏഞ്ചൽ വൺ റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഹെമിസ്ഫിയർ പ്രോപ്പർട്ടി മാത്രമേ കുറച്ചൊരു അപവാദമായിട്ടുള്ളതുള്ളൂ. മറ്റേ ബ്രോക്കർ HDFC സെക്യൂരിറ്റീസ് ആണ്. അവർ ബാങ്ക് ഓഫ് ഇന്ത്യ, JK ലക്ഷ്മി സിമെൻറ്റ്, ജ്യോതി ലാബ്സ്, L&T ഫിനാൻസ്, നാഷണൽ അലൂമിനിയം, നവീൻ ഫ്ലൂറൈഡ്, NCC ലിമിറ്റഡ്, PNB ഹൗസിംഗ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, പിന്നെ SBI എന്നിവയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവയും ഈ പറഞ്ഞതുപോലെ വലിയൊരു റിസ്കി സ്റ്റോക്കുകളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല സത്യത്തിൽ. നവീൻ ഫ്ലൂറൈഡ് ഒഴികെ ബാക്കി എല്ലാം വളരെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. മറ്റൊന്നുള്ളത് SBI സെക്യൂരിറ്റീസ് ആണ്, HDFC ബാങ്ക്, NSDL, TVS, അശോക് ലൈലൻഡ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഓസ്വാൾ പമ്പ്സ്, നാഷണൽ അലൂമിനിയം നേരത്തെ ഉള്ള അതേ റെക്കമെൻഡേഷൻ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് ഫണ്ടമെൻ്റലി അത്ര ഭയങ്കരമായിട്ട് നല്ലതെന്ന് തോന്നുകയില്ലാത്ത ചില സ്റ്റോക്കുകൾ കൂടിയുണ്ട്. മിഡ് ക്യാപ് ടു സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. ആസാദ് എഞ്ചിനീയറിംഗ് ആകട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോഅലോയ്സ് ആകട്ടെ, ഫേം ഇൻഡസ്ട്രീസ് ആകട്ടെ, പിന്നെ സുബ്രോസും ഉണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ബ്രോക്കറേജ് ഹൗസിൻ്റെ എല്ലാം നമ്മൾ ഏകദേശം ഒരു 12ഓളം ബ്രോക്കറേജ് ഹൗസിൻ്റെയും നമ്മൾ റിസർച്ച് ഹൗസിൻ്റെയും നമ്മൾ ഒന്നിച്ച് കൊലാക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ബ്രോക്കറേജസിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് പറഞ്ഞ് കേൾക്കുന്നതിൻ്റെ അകത്ത് വലിയൊരു ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ 12ഓളം റിസർച്ച് ഹൗസിൻ്റെയും ബ്രോക്കേഴ്സിൻ്റെയും ഒക്കെ അനലൈസ് ചെയ്തതിന് കൂട്ടത്തിൽ കോമൺ ആയിട്ട് എല്ലാവരും പൊതുവായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള 5 സ്റ്റോക്കുകൾ നമുക്ക് പറയാം. ഒന്ന് SBI ആണ്, മറ്റൊന്നുള്ളത് ITC ആണ്, മറ്റൊന്നുള്ളത് HDFC ബാങ്ക് ആണ്, മറ്റൊന്നുള്ളത് ABB ആണ്, അവസാനത്തത് മാക്സ് ഹെൽത്ത് കെയർ ആണ്. ഇതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ 12 പേരും ഇത് നിർദ്ദേശിച്ചു എന്നുള്ളതല്ല, പക്ഷേ ഇതാണ് പൊതുവായിട്ടുള്ള ഏറ്റവും അധികം പേർ നിർദ്ദേശിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ. ഇത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും അകത്ത് കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു പാർട്ടൊക്കെ അവർ നിലനിർത്തിയിട്ടുണ്ട്. പൊതുവായിട്ട് എല്ലാവരും കൂടുതൽ പേര് നിർദ്ദേശിച്ച സ്റ്റോക്കുകളെല്ലാം വളരെ ഫണ്ടമെന്റലി വളരെ ഫിറ്റ് ആണ്. ഏതൊരു കാലാവസ്ഥയിലും ഓൾ സീസൺ സ്റ്റോക്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഏതൊരു കാലാവസ്ഥയിലുമുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്.
അടുത്തായിട്ട് നമുക്ക് സെക്ടേഴ്സിനെ കുറിച്ച് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അധികം പേർ നിർദ്ദേശിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച് അടുത്ത ഒരു വർഷത്തേക്ക് ബുള്ളിഷ് ആയിരിക്കുമെന്ന് കരുതുന്ന ഒരു സെക്ടർ ബാങ്കിങ് ഫിനാൻഷ്യൽസും ആണ്. വ്യക്തിപരമായിട്ട് ബാങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് ഈ ഒരു വളരെ ബുള്ളിഷ്നെസ് അത്ര അനുഭവപ്പെടുന്നില്ല. ഫിനാൻഷ്യൽസ് ഓക്കെയാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ മൊത്തത്തിൽ സ്റ്റോക്ക് എടുത്ത് നോക്കി കഴിയുമ്പോൾ ബാങ്കിങ്ങും ഫിനാൻഷ്യൽസും ആണ് ഏറ്റവും കൂടുതൽ പേർ ബുള്ളിഷ് എന്ന് പറയുന്ന രീതിയിൽ മിക്ക ബ്രോക്കറേജ് ഹൗസും റെക്കമെൻഡ് ചെയ്യുന്നത്. രണ്ടാമത് ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള സെക്ടർ അവർ കാണുന്നത് FMCG ആണ്. ബാങ്കിങ് റെക്കമെൻഡ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ബാങ്കിങ് ഫിനാൻഷ്യൽസും റെക്കമെൻഡ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഔട്ട്ലുക്ക് കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു NPA കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് 1-2 വർഷങ്ങളായിട്ട് നോൺ പെർഫോമിംഗ് അസറ്റ്സ് കിട്ടാക്കടങ്ങൾ വളരെ മോശമില്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാകാം, അല്ലെങ്കിൽ മിക്ക ബാങ്കുകളും ആ ഒരു സെക്ടറിൻ്റെ അകത്ത് ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം, ഫിനാൻഷ്യൽസിനെ സംബന്ധിച്ചാണെങ്കിൽ NBFC ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. NBFCയും ബ്രോക്കറേജ് ഹൗസും നമുക്കറിയുന്ന പോലെ തന്നെ ബ്രോക്കറേജ് ഹൗസ് പലരും ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോയി. ഉദാഹരണമായിട്ട് ഏഞ്ചലിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ലോൺ വരെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓവർസീസ് ആംസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗത്തേക്ക് വെറും ബ്രോക്കറേജ് റവന്യൂ എന്നുള്ളത് കവിഞ്ഞ് മറ്റുള്ള ചില ഡൈവേഴ്സിഫിക്കേഷനിലേക്കും കൂടി വൈവിധ്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതും ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളാകാം. FMCGയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ്. പിന്നെ കൺസ്യൂമർ ഡിമാൻഡ് ഈ പറഞ്ഞതുപോലെ കുറച്ച്, പ്രത്യേകിച്ച് ഇൻകം ടാക്സിൻ്റെ ഒക്കെ റേറ്റ് കൂട്ടിയതും അതുപോലെ തന്നെ GST ഇത് കുറച്ചതും എല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു കൺസ്യൂമർ ഡിമാൻഡൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുമെന്ന് കരുതപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ FMCGയിൽ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ ഏകദേശം ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള സ്റ്റോക്കുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, മൂന്നാമത്തെ ഏറ്റവും അധികം പേർ റെക്കമെൻഡ് ചെയ്ത് ബുള്ളിഷ് ആയിരിക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കാലങ്ങളിലായിട്ട് പ്രൈവറ്റ് ക്യാപെക്സ്, അതായത് മൂലധനം മുടക്കുന്നതിൻ്റെ അകത്തുള്ള ഒരു മൊമെന്റം രണ്ടാമത് ഉണ്ടായി വരുന്നു എന്നുള്ളത്, അഥവാ അതിനുള്ളൊരു സൂചനകൾ ലഭിക്കുന്നു എന്നുള്ളതും, പിന്നെ ഗവൺമെന്റ് രണ്ടാമത് തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പുഷ് കൊടുക്കുന്നു എന്നുള്ളതും, ഗവൺമെന്റ് നേരിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ അത് നയങ്ങളൊക്കെ അതിന് വളരെ പോസിറ്റീവായിട്ട് വെൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഗൂഗിളിന്റെ ഡാറ്റാ സെന്ററും ഈ പറഞ്ഞ പോലെ ഫൈബർ ഓപ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് വളരെയധികം ഒരു ലീനിയന്റ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തതുപോലെ ഗവൺമെന്റ് പണം നേരിട്ട് മാർക്കറ്റിലേക്ക് ഒഴുക്കുന്നില്ലെങ്കിൽ കൂടിയും പോളിസീസിന്റെ വകയിൽ ഗവൺമെന്റ് കുറെ ലീനിയന്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതും ആകാം ചിലപ്പോൾ എഞ്ചിനീയറിംഗ് ക്യാപിറ്റൽ ഗുഡ്സും ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടോ എല്ലാവരും നോക്കാനുള്ള ഒരു കാരണം. നാലാമത് ഹെൽത്ത് കെയറും ഹോസ്പിറ്റൽസും ആണ് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത്. വളരെ സ്വാഭാവികമാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 4 സെക്ടറിന്റെ അകത്ത് ഏറ്റവും ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് 1-2 വർഷത്തെ ഹൊറൈസൺ നോക്കുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസണിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയറും ഹോസ്പിറ്റലും ആയിരിക്കാം ഒന്നാമത് ഏറ്റവും അധികം ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട്. ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ബ്രോക്കർ റെക്കമെൻഡേഷൻസ് പറയുന്നത് വേറെയാണ്. അവസാനത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസ് കൂടെ നമുക്ക് എന്തൊക്കെ വായിച്ചെടുക്കാൻ കഴിയും ഈ പറഞ്ഞ മിക്ക റിസർച്ച് ഹൗസുകളും, അഥവാ ഒരു വർഷത്തേക്ക് അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക് ഗ്രോത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ റെക്കമെൻഡേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു 6.7% അടുത്ത FY26 ഉണ്ടാകും, ഫിനാൻഷ്യൽ 26 ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. ചിലപ്പം അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വർഷത്തേക്കാളും കൂടിയേക്കാം എന്നുള്ളതും അതായിരിക്കാം ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാരണം. ഡെലോയിറ്റിന്റെ പല വൈറ്റ് പേപ്പേഴ്സ് ഒക്കെ പറയുന്നതും അതാണ്. അതിൽ കുറച്ചൊക്കെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഏർണിങ്സ് കുറച്ചും കൂടെ ഒക്കെ ഇനി അടുത്ത ക്വാർട്ടറുകളിൽ നന്നാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റോക്കുകളൊക്കെ റെക്കമെൻഡ് ചെയ്തത്. അപ്പം ഏർണിങ്സ് മൊത്തത്തിലൊരു ഏർണിങ്സ് കുറച്ചും കൂടി മെച്ചപ്പെടും, അല്ലെങ്കിൽ ഓവറോൾ എക്കണോമിക് സെന്റിമെന്റ് കുറച്ചും കൂടി പോസിറ്റീവ് ആവും. ട്രംപിന്റെ വലിയ ശല്യങ്ങളൊക്കെ കുറച്ച് പതുക്കെ കുറഞ്ഞു വരും. അഥവാ കുറഞ്ഞു വന്നാലും ഇല്ലെങ്കിലും മാർക്കറ്റ് ട്രംപിന്റെ ശല്യത്തിനനുസരിച്ച് ഓൾറെഡി ഫാക്ടറിങ് ചെയ്തു പോയി എന്നുള്ളൊരു തോന്നൽ പല അനലിസ്റ്റുകൾക്കും ഉണ്ട്. മറ്റൊരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ FIs കുറച്ചും കൂടി ഊർജിതമായ രീതിയിൽ കലണ്ടർ ഇയർ 2026 അകത്ത് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ അത് നമുക്ക് ഈ പല റെക്കമെൻഡേഷൻസിനകത്തും നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല കുറെ പേർക്ക് ഈ റെക്കമെൻഡേഷൻസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, കുറെ അനലിസ്റ്റുകൾക്ക് ഒരു തോന്നൽ ഇന്ത്യൻ മാർക്കറ്റ് ഒരു പരിധി വരെ കുറച്ചൊക്കെ റീസണബിൾ ആയിട്ട് ഏർണിങ്സുമായിട്ട് തട്ടിമുട്ടി നിൽക്കുന്ന രീതിയിലൊക്കെ ഏകദേശം എത്തിപ്പെട്ടു. അഥവാ കുറേ സ്റ്റോക്കുകളെങ്കിലും, ബഹുഭൂരിപക്ഷം സ്റ്റോക്കുകളെങ്കിലും ഈ പറഞ്ഞ പോലെ വാല്യുവേഷന് അനുസൃതമായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള വിലയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലും ഉണ്ടായിട്ടുണ്ട് കാണാം. അപ്പോൾ ഇതോടുകൂടി ഈ രഥയുടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഏകദേശം 12ഓളം ബ്രോക്കേഴ്സിൻ്റെ റിസർച്ച് ഹൗസിൻ്റെയും ഒക്കെ അവരുടെ റെക്കമെൻഡേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇതൊന്നും ബൈ റെക്കമെൻഡേഷൻ അല്ല. ഈ പറഞ്ഞ ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അതാത് ബ്രോക്കറേജ് ഹൗസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു 50, 20, 82
അതിൻ്റെ അകത്ത് ദിവാലി പിക്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് റാഷണൽ ബിഹൈൻഡ് ഓരോ സ്റ്റോക്കുകളും റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് എടുത്തു നോക്കി അതിൻ്റെ ഫണ്ടമെന്റ്സ് നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ 2-3 വർഷത്തെ നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പം ഇതേപോലെ അനലൈസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും മിക്ക ബ്രോക്കേഴ്സും അനലിസ്റ്റുകളും ഒക്കെ നമ്മളിത് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം അവർ വളരെ കോഷ്യസ് ആയിരുന്നു. അവർ വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ ആയിരുന്നു അവർ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. ആ ഒരു ഇൻഫറൻസുകളൊക്കെ ശരിയായിരുന്നു എന്നുള്ളതാണ് കാലം തെളിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വൈസ് അല്ല, പക്ഷെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഒന്ന് കൊളാക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇംപ്രഷൻ പലപ്പോഴും ശരിയായിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം അടുത്ത വർഷം ഭയങ്കര ബുള്ളിഷ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലല്ല, പക്ഷെ മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ അതാണ് എന്നുള്ളതാണ്. മറ്റൊരു അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി കാണുന്നവരെ നന്ദി, നമസ്കാരം.